രണ്ടര മണിയായി. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു. ഉറങ്ങിയ സമയത്താണ് ആന വന്ന് കയറിയിട്ട് ശരിക്കും ആന വന്ന വക്കിൽ ആ ചുവര് ഇടിച്ച് മറിച്ചു. അപ്പൊ എനിക്ക് ചാടാൻ പാങ്ങില്ലാതായിരുന്നു. അത് ഞാൻ ചുവരിന്റെ വരെ കയറിയിട്ട് പിന്നെ നോക്കിയപ്പോൾ ആന എന്റെ അടുത്തോട്ട് പറഞ്ഞു കൊണ്ട് ഞാൻ ഇപ്പുറത്തോട്ട് മാറിയപ്പോൾ വന്ന ഈ ഫ്രണ്ടിലെ കഥവും കട്ടളയും എല്ലാം ഇടിച്ച് കളഞ്ഞു. കലവും മൊത്തവും ചവിട്ടി നനക്കി എല്ലാം കളഞ്ഞു. പിന്നെ ഞാൻ പിന്നെ പേടിച്ച് നിന്ന് അയലോക്കാരെ വിളിച്ചാണ് അവർ എല്ലാവരും കൂടെ വന്ന് ആനയെ ഓട്ടിച്ചത്. ഇന്നലെ രാത്രി 2:30 ഇവിടെ ഈ അനിഷ്ട സംഭവം ഉണ്ടായത്. ഇദ്ദേഹം തുളസി എന്ന് പറയുന്ന ആള് 18 വർഷമായിട്ട് ഇവിടെ സമരഭൂമിയിൽ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ നാട്ടിൽ എന്തോ ആവശ്യം കൊണ്ട് പോയിരുന്നതാണ്. അപ്പോൾ രാത്രിയിൽ ഈ സൗണ്ട് കേട്ടാണ് അദ്ദേഹം ഉണർന്നപ്പോൾ പിന്നെ വീടിന്റെ മുറ്റത്ത് ആന നിൽക്കുകയും അത് ഭിത്തി തകർക്കുന്ന നിലയിലേക്ക് വരികയും അദ്ദേഹം വരണ്ട് പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ആന പിന്നെ വീടിന്റെ കട്ട ഇടിച്ചിടുകയും കട്ടള തകർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇത് നിരന്തരം ഇപ്പൊ ഈ കാലാവസ്ഥയുടെ ഇതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ആന എല്ലാ വീടുകളിലും പലയിടത്തും അനിഷ്ട ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാത്രങ്ങളെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പം നിലവിൽ അദ്ദേഹം പിന്നെ ഈ കൂലിപ്പണി ചെയ്ത് അന്നന്നത്തെ ജീവിത നിർത്തി കഴിയുന്ന ആളാണ്. അപ്പം വലിയ നഷ്ടമാണ് അത്തരം രീതിയിലുണ്ടായിരിക്കുന്നത്. പൊതുവിൽ ഭയങ്കര ശല്യമാണ്. പൊതുവിൽ അതെ, വന്യമൃഗശല്യം രൂക്ഷമാണ്. അപ്പോൾ അതിന് അധികാരികളുടെ ഭാഗത്തു നിന്നും സത്വര നടപടികൾ ഉണ്ടാവണം. ഇത് നിലവിൽ പിന്നെ ഞണ്ടൂർ ഫോറസ്റ്റ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അത്തരം പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ നിലവിൽ ആറിന്റെ വശം, അതായത് സമരഭൂമിയുടെ ഒരു വശം വടശ്ശേരിക്കര ഫോറസ്റ്റ് ഡിവിഷന്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ പിന്നെ നിലവിൽ സംരക്ഷണ വേലി ഇല്ലാത്തത് ഈ ആനകൾ കടന്നു വരുന്നതിന് ഒരു കാരണമാണ്. അപ്പൊ അത് അടിയന്തരമായി പിന്നെ റാന്നി DFOയുടെ കീഴിലുള്ള പ്രദേശമാണ്. സ്വാധീന സംയുക്തവേദി എന്ന നിലയിൽ ചെങ്ങറ സമരഭൂമി നിവാസികൾ ഒരു പ്രക്ഷോഭവുമായി ആ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യും. നിലവിൽ സർക്കാരിന്റെ ഒരു ആനുകൂല്യങ്ങളും ആ രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ റേഷൻ കാർഡ് മാത്രമാണ്, റേഷൻ സംവിധാനം മാത്രമാണ് യഥാർത്ഥത്തിൽ സർക്കാർ, അതായത് ഇവിടെ കുറെ മനുഷ്യർ ജീവിക്കുന്നു എന്ന് മാത്രം ഒരു പരിഗണന. മറിച്ച് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുള്ള സാധാരണ ജനങ്ങൾ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന അതേ രീതിയിൽ ജീവിക്കാനുള്ള യാതൊരുവിധമായ ആനുകൂല്യങ്ങളും നിലവിൽ 19 വർഷമാണ് ഇപ്പൊ ഈ ആഗസ്റ്റ് 4 19 വർഷം പൂർത്തിയാണ് ചെങ്ങറ സമരം. അപ്പം ഇത് പട്ടയം നിലവിൽ 2010 9 ജില്ലകളിലെ ആയിട്ട് നമ്മളുടെ ഈ സമര മുന്നേറ്റത്തെ തകർക്കുവാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ സമര സംഘടന എന്ന നിലയിൽ നമ്മളത് തിരിച്ചറിയുകയും അതിനെ ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതവും ഈ 18 വർഷക്കാലം ഇവിടെയാണ് ഹോമിച്ചത്. അതില് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെന്നതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഡിമാൻഡ്. അതുമായുള്ള മുന്നേറ്റങ്ങളെ നമ്മൾ മുന്നോട്ട് തന്നെ പോകും.